1998 വിജയ് മല്യ ശബരിമലയിൽ നൽകിയ സ്വർണത്തിന്റെ രേഖകൾ കിട്ടാതെ ദേവസ്വം വിജിലൻസ് 2019 മുതലുള്ള എല്ലാ രേഖകളും എക്സിക്യൂട്ടീവ് ഓഫീസും AO ഓഫീസും വിജിലൻസിന് കൈമാറി. മല്യ സമർപ്പിച്ച സ്വർണം പൊതിഞ്ഞത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഈ രേഖകളുമായി ബന്ധപ്പെട്ട് എന്ത് അവ്യക്തതയാണ് നിലനിൽക്കുന്നത്? മധു, ഇത് 98-ൽ വിജയ് മല്യ സ്വർണം പൂശി ദ്വാരപാലക ശില്പത്തിലടക്കം സ്വർണം പൂശി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാതൃഭൂമി ദിനപത്രത്തിലെ വാർത്തകളടക്കം അത് ശരിവയ്ക്കുന്നതുമാണ്. മാത്രമല്ല, അക്കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ നേതൃത്വം അടക്കം എല്ലാവരും സമ്മതിക്കുകയും ചെയ്തു. അതിലൊരു വഴിത്തിരിവായത് 19-ൽ ഇറക്കിയ ബോർഡിന്റെ ഉത്തരവിൽ ഇത് ചെമ്പുപാളി എന്ന് പറഞ്ഞതിലൂടെ തന്നെ നേരത്തെ പൊതിഞ്ഞ സ്വർണം എവിടെ പോയി? അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, അതായത് മല്യ സ്വർണം പൂശി ഇത് സമർപ്പിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകിയിരുന്നു. ഈ രേഖകളൊന്നും തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസിലില്ല. അതായത് എത്ര കിലോ സ്വർണം എവിടെയൊക്കെയാണ് പൂശിയത് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ രേഖയാണ് നൽകിയിരുന്നത്. അത് വിജിലൻസ് ടീമിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് അവർ കൈമാറിയിരിക്കുന്നത് 2019 മുതലുള്ള മുഴുവൻ രേഖകളും ഫയലുകളുമാണ് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ദേവസ്വം മരാമത്തിനോട് ഇത് സംബന്ധിച്ച രേഖകൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവസ്വം മരാമത്തിനോട് ചോദിക്കാൻ കാരണം 98-ൽ ഇത് സ്വർണം പൂശുന്നത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ്. അവിടെയുള്ള എല്ലാ മേൽക്കൂരയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പവും മറ്റ് അനുബന്ധ ഭാഗങ്ങളിലെല്ലാം തന്നെ സ്വർണം പൂശിയത് അവിടെ വെച്ച് തന്നെയാണ്. അതിന് മേൽനോട്ടം വഹിക്കാനായി ഒരു ഉത്തരവിലൂടെ അന്നത്തെ മരാമത്ത് ചീഫ് എഞ്ചിനീയറെയും ഡിവിഷണൽ എഞ്ചിനീയറെയും ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പോൾ മരാമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് മരാമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് സാധ്യതയുള്ളൂ എന്നാണ്. ഏതായാലും മല്യ സമർപ്പിച്ചത് 30 കിലോ സ്വർണമാണെന്ന് അക്കാലത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പക്ഷേ എത്ര സ്വർണം അവിടെ അവശേഷിക്കുന്നു അയ്യപ്പ സന്നിധിയിൽ ഭഗവാന്റേതായി എന്നത് സംബന്ധിച്ച രേഖകൾ കിട്ടാതെ വീഴുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ 19-ൽ സ്വർണം പൊതിഞ്ഞ ഈ ദ്വാരപാലക ശില്പത്തിലെ പാളി ചെമ്പായി മാറുമ്പോൾ അവിടെ പലതരത്തിലുള്ള മോഷണം നടന്നിട്ടുണ്ട്. കാരണം ഈ രേഖകളൊന്നും തന്നെ പല ഓഫീസുകളിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ അത് കൂടുതൽ ദുരൂഹവും സംശയവും ഉയർത്തുന്നത് തന്നെയാണ്. അല്ല, ഇപ്പോൾ ഈ ദേവസ്വം മരാമത്ത് തന്നെയാണ് ഇത് അതിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ചെയ്തത് എന്നിരിക്കെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോഴാണെങ്കിലും അതിന് രേഖകൾ ഉണ്ടാകാതെ പോകാൻ പാടില്ലല്ലോ. ആര് ചെയ്താലും എന്തു ചെയ്താലും ആര് സമർപ്പിച്ചാലും എപ്പോൾ എങ്ങനെ സമർപ്പിച്ചാലും അതിന് ദേവസ്വം ബോർഡിന് മൊത്തത്തിലൊരു മേൽനോട്ട ചുമതല ഉണ്ടാകുമല്ലോ പ്രശാന്ത്. തീർച്ചയായും അവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട്. അപ്പോൾ ഈ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസറുമുണ്ട്. അവിടെയുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉരുപ്പടികൾ, തിരുവാഭരണങ്ങൾ, അതിനെല്ലാം തന്നെ കൃത്യമായ കണക്കുണ്ടാകണം, അളവുണ്ടാകണം. അതെല്ലാം തന്നെ എഴുതി സൂക്ഷിച്ചിട്ടുള്ള രജിസ്റ്ററുകളുമുണ്ട്. അപ്പോൾ ഇപ്പോഴും 2021 വരെയും ഇത്തരം ഈ തിരുവാഭരണങ്ങളുടെ എല്ലാം തന്നെ പൊതികളുടെ എണ്ണം വെച്ചിട്ടുള്ള ഒരു കണക്കിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച വിശദമായ കണക്കില്ല എന്നാണ് അക്കാലത്ത് ദേവസ്വം വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അല്പം മുമ്പ് നമ്മോട് വിശദീകരിച്ചത്. അപ്പോൾ ഈ എന്തൊക്കെയാണ് അവിടെ നിന്ന് നഷ്ടമായത് എന്ന് കണ്ടെത്തണമെങ്കിൽ ആ രജിസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? 98-ൽ വിജയ് മല്യ സ്വർണം പൂശി അത് ശബരിമല ക്ഷേത്രത്തിന് സമർപ്പിക്കുമ്പോൾ കൃത്യമായ കണക്കുണ്ട്. മേൽക്കൂരയിൽ എത്ര സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞിട്ടുണ്ട്, ദ്വാരപാലക ശില്പത്തിൽ എത്രണ്ണം പൊതിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓരോന്നിനും ഉള്ള കണക്കുണ്ട്. ആ കണക്ക് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മരാമത്ത് ഓഫീസിലാണെങ്കിൽ അങ്ങനെ എന്തായാലും ഇത് തിരുവാഭരണം കമ്മീഷൻ ഓഫീസിൽ ഉണ്ടാകേണ്ടതാണ്, രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. അത് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഇത്തരം ചില അട്ടിമറികൾ നടത്താൻ വേണ്ടി ബോധപൂർവം ഇത്തരം രേഖകൾ മാറ്റിയതാകാം എന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടി വരും. ദേവസ്വം വിജിലൻസ് ഇപ്പോൾ അന്വേഷിച്ചത്. വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ 98-ൽ